സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിപിഎം ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. പാമോലിൻ കേസിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ. കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് 40ാം വാർഷിക സമ്മേളനത്തിന് തുടക്കമായി. പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയുള്ള ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്ന് ഡിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി കെ ചന്ദ്രശേഖരൻ. വികസന ചക്രം ഉരുണ്ട് ചാലിങ്കാലിൽ ഉത്സവാന്തരീക്ഷത്തിൽ റോഡ് ഉദ്ഘാടനം നടന്നു. GSTU ജില്ലാ സമ്മേളനത്തിന് പെരിയ ഒരുങ്ങി. വിളംബര ജാഥ നടന്നു. കാസർഗോഡ് സെന്റ് ജോസഫ് ദേവാലയത്തിലെ തിരുനാൾ ഉത്സവത്തിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. സിപിഎം ജില്ലാ സമ്മേളനത്തിന് കോളിയടുക്കത്ത് തുടക്കമായി. MP ബാലകൃഷ്ണൻ നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സമ്മേളന നഗരിയിൽ മുതിർന്ന നേതാവ് പൊള്ളയിൽ അമ്പാടി പതാക ഉയർത്തി. 3 ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുന്നത്. സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിനും കാലോചിതമായ മാറ്റങ്ങൾ വേണം. സംഘടനാ രംഗത്തുള്ള ദൗർബല്യങ്ങൾ അതിവേഗം പരിഹരിക്കണം. സംസ്ഥാന കമ്മിറ്റി അംഗം AK നാരായണൻ അധ്യക്ഷനായി. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പാലോളി മുഹമ്മദ് കുട്ടി, P കരുണാകരൻ MP, TM തോമസ് ഐസക്, EP ജയരാജൻ, MC ജോസഫ്, VV ദക്ഷിണാമൂർത്തി, MV ഗോവിന്ദൻ മാസ്റ്റർ തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു രക്തസാക്ഷി പ്രമേയവും K ബാലകൃഷ്ണൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ P രാഘവൻ സ്വാഗതം പറഞ്ഞു. പാമോലിൻ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ CPM ജില്ലാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ കോടതിയുടെ മുമ്പിലുള്ള തെളിവുകൾ മാത്രം വെച്ച് നോക്കിയാൽ, ഉദ്യോഗസ്ഥന്മാർ നൽകിയിട്ടുള്ള സാക്ഷിമൊഴികളും നോക്കിയാൽ ഉമ്മൻചാണ്ടി കേസിൽ പ്രതികരിക്കപ്പെടും. അതുകൊണ്ട് തന്റെ രക്ഷ ഉറപ്പുവരുത്താനാണ് ഉമ്മൻചാണ്ടി അവസരം കിട്ടുമ്പോഴൊക്കെ ഈ കേസ് പിൻവലിക്കാൻ തീരുമാനമെടുത്തുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഈ കേസിന്റെ പ്രോസിക്യൂഷൻ നടപടി ശരിയായ നിലയിൽ മുന്നോട്ട് പോകുകയില്ല. ഉമ്മൻചാണ്ടിയുടെ കീഴിലുള്ള വിജിലൻസും പ്രോസിക്യൂഷനും കോടതിയിൽ ശരിയായ നിലപാടെടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് പാമോയിൽ കേസ് ശരിയാവേണ്ട നടത്തണമെങ്കിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം. മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറി നിന്നുകൊണ്ട് ആ അഴിമതി കേസ് നടത്താനുള്ള ആരാണോ ഗവൺമെന്റ് നഷ്ടമുണ്ടാക്കുന്നവരെ ശിക്ഷിക്കാനുള്ള സാഹചര്യം ഗവൺമെന്റ് സ്വീകരിക്കണം. അധികാരത്തിൽ കടിച്ചു തൂങ്ങാതെ നിഷ്പക്ഷമായ അന്വേഷണം നടന്നാൽ അന്നത്തെ ധനമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പ്രതിയാകുമെന്നും കോടിയേരി പറഞ്ഞു. പ്രോസിക്യൂഷൻ നടപടികൾ നീതിപൂർണമാണെങ്കിൽ ഉമ്മൻചാണ്ടി തൽസ്ഥാനത്ത് നിന്നും മാറി നിന്നേ മതിയാകൂ എന്നും കോടിയേരി പറഞ്ഞു. സംസ്ഥാനത്ത് ആദ്യമായി ഒരു CPM ഘടകത്തിനു കീഴിൽ വനിതാ ബാൻഡ് ഒരുങ്ങി. ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത ബാൻഡ് സംഘം പാർട്ടീസ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രകടനത്തിൽ അരങ്ങിലെത്തും. കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് 40ാം വാർഷികാഘോഷത്തിന് തുടക്കമായി. ആസ്ഥാന മന്ദിരോദ്ഘാടനം നടന്നു. സംയുക്ത ജമാഅത്തിന്റെ 40ാം വാർഷിക മഹാസമ്മേളനത്തിന് തുടക്കമായി. നവീകരിച്ച ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. കാസി PA സ്മാരക കോൺഫറൻസ് ഹാൾ, ഫയൽ റൂം, അനുരഞ്ജന വേദി എന്നിവ ഉൾക്കൊള്ളുന്നതാണ് നവീകരിച്ച ആസ്ഥാന മന്ദിരം. PA സ്മാരക കോൺഫറൻസ് ഹാളിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സയ്യിദ് KS അലി തങ്ങൾ കൂമ്പോൽ പ്രാർത്ഥന നടത്തി. സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി അധ്യക്ഷനായി. അനുരഞ്ജന വേദിയുടെ ഉദ്ഘാടനം സംയുക്ത ജമാഅത്ത് ഖാസി സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് കാസർഗോഡ് ഖാസി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരും നിർവഹിച്ചു. നമ്മുടെ ഈ കാരണം കേരളത്തിൽ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമുദ്രമായിട്ടാണ് കാഞ്ഞങ്ങാട് സമുദ്രമായത്. ദക്ഷിണ കന്നഡ ഖാസി സയ്യിദ് സൈനുദ്ദീൻ ആബുദ്ദീൻ തങ്ങൾ കുന്നുംകൈ ആശംസാ പ്രസംഗം നടത്തി. കേരള കരകൗശല കോർപ്പറേഷൻ ചെയർമാൻ MC ഖമറുദ്ദീൻ,
കാഞ്ഞങ്ങാട് മുസ്ലിം എത്തിങ്കാന പ്രസിഡന്റ് എ ഹമീദ് ഹാജി, CH മുഹമ്മദ് കോയ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി PK അബ്ദുള്ള കുഞ്ഞി, കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളായ C കുഞ്ഞാമത് ഹാജി പാലക്കി, P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, M മൊയ്തു മൈലവി, മുബാറക് ഹസൈനാർ ഹാജി, ഖാലിദ് പാറപ്പള്ളി, KU ദാവൂദ്, ജാദിൽ ഹസൈനാർ, ഷെറീഫ് എഞ്ചിനീയർ, പ്രചരണ കമ്മിറ്റി ചെയർമാൻ C മുഹമ്മദ് കുഞ്ഞി, PM ഫാറൂഖ്, CH നൂറുദ്ദീൻ, PA നാസർ, മാണിക്കോത്ത് മുഹമ്മദ്, CH അസ്ലം തുടങ്ങിയവർ സംബന്ധിച്ചു. ജനറൽ സെക്രട്ടറി ബഷീർ പള്ളിക്കോത്ത് സ്വാഗതവും സെക്രട്ടറി ബഷീർ ആറങ്ങാടി നന്ദിയും പറഞ്ഞു. 6 പതിറ്റാണ്ടിനു ശേഷം റോഡ് ഗതാഗത യോഗ്യമായപ്പോൾ നാട്ടുകാർ പായസ വിതരണം ചെയ്ത് ആഹ്ലാദം പങ്കിട്ടു. വികസന ചക്രം ഉരുട്ടിയാണ് റോഡ് ഉദ്ഘാടനം നടന്നത്. നിസ്സാര തർക്കങ്ങളുടെ പേരിൽ സമ്മതപത്രം ലഭിക്കാത്തതിനെ തുടർന്ന് മുടങ്ങിക്കിടന്ന ചാലിയങ്കാൽ പഞ്ചായത്ത് കുളം റോഡിന് ഒടുവിൽ ശാപമോക്ഷം. ജനകീയമായ ഇടപെടലിലൂടെയാണ് റോഡ് യാഥാർത്ഥ്യമായത്. പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ ചാലിയങ്കാൽ പഞ്ചായത്തിന് മുന്നിൽ നിന്നും കുളം വരെയാണ് റോഡ് ഒരുക്കിയത്. പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 9.5 ലക്ഷം രൂപ അനുവദിച്ചു. റോഡ് ടാറിംഗ് പ്രവൃത്തി ജനകീയ കമ്മിറ്റി ഏറ്റെടുക്കുകയായിരുന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാർ ഒത്തുചേർന്നപ്പോൾ റോഡ് ടാറിംഗും പൂർത്തിയായി. റോഡിന്റെ ഉദ്ഘാടനത്തിനായി വികസന ചക്രവും തയ്യാറാക്കിയിരുന്നു. ചാലിയങ്കാൽ പഞ്ചായത്ത് കുളം റോഡ് ടാറിംഗ് പൂർത്തിയായതോടെ മീങ്ങോത്ത്, അമ്പലത്തറ, ഉദയനഗർ പ്രദേശങ്ങളുമായി എളുപ്പം ബന്ധപ്പെടാനാവുന്ന മാർഗമാണ് തുറന്നു കിട്ടിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ വികസന ചക്രം ഉരുട്ടി റോഡ് ഉദ്ഘാടനം ചെയ്തു. ഈ റോഡ് വളരെ ഒരു മാതൃകാപരമായ രീതിയിൽ പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത 10 വർഷം വരികയാണ്. അതോടുകൂടി നമുക്ക് ഈ വാർഡിനകത്ത് ഏകദേശം റോഡുകൾക്കും നമുക്ക് പണി പൂർത്തിയാക്കിയെടുക്കാൻ വേണ്ടി കഴിയും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹകരണവും ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവണം. നമുക്കിനി അങ്ങോട്ട് വികസന പ്രവർത്തനങ്ങൾ ചെറിയൊരു കാലയളവ് മാത്രമേ നമുക്കുള്ളൂ. ആ കാലയളവിൽ ബാക്കിയുള്ള 1-2 റോഡുകൾ ബാക്കി ചില ഭാഗത്ത് ചെയ്യാൻ ബാക്കിയുണ്ട്. ആ റോഡുകൾ കൂടി പണി പൂർത്തിയാക്കാൻ വേണ്ടി നമുക്ക് ഈ വർഷം സാധിക്കുമെന്നാണ് കരുതുന്നത്. അതിനെല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചു. വാർഡംഗം ഗീതാനാരായണൻ അധ്യക്ഷനായി. വിനോദ് കുമാർ പള്ളയിൽ വീട്, ഭാസ്കരൻ ചാലിയങ്കാൽ, KV ഗംഗാധരൻ, അഡ്വക്കേറ്റ് MK ബാബുരാജ്, പത്മനാഭൻ ചാലിയങ്കാൽ, ഭാസ്കരൻ കേളോത്ത്, V സതീശൻ, സുമീഷ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾക്ക് പ്രിയപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങൾ ചുറ്റിലും നിരന്നപ്പോൾ കുരുന്നുമുഖങ്ങളിൽ ആഹ്ലാദം. ചായോത്ത് മദർ അലക്സിയ സ്കൂളിലാണ് മനോഹരമായ ഏഞ്ചൽ സോൺ ഒരുക്കിയിരിക്കുന്നത്. കാർട്ടൂൺ താരങ്ങളാലും അക്കങ്ങൾ, അക്ഷരങ്ങൾ എന്നിവ കൊണ്ടും ചുമർ അലങ്കരിച്ചതാണ് ചിൽഡ്രൻസ് പാർക്ക്. വിൻസെന്റ് പയ്യമ്പള്ളിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ആശയം നൽകിയത്. അനൂപ് പൊതാവൂരായിരുന്നു ചുമർ ചിത്രകാരൻ. ചായൂത്ത് സെന്റ് ആൻഫോൺസ് ചർച്ച് വികാരി റവറന്റ് ഫാദർ ജോസഫ് ഇ ടി അങ്കിൾ ഏഞ്ചൽ സോൺ ചിൽഡ്രൻസ് പാർക്ക് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും ക്ലാസ് മുറിയിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നതുകൊണ്ട് മാത്രമാവുകയില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം ഇതിൻ്റെ മാനേജ്മെൻറ്റിനുണ്ട്. അതുകൊണ്ടാണ് മനോഹരമായ നല്ല പൈസ മുടക്കി മനോഹരമായ ഈ പാർക്ക് നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത്. കുട്ടികളുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ വളർച്ചയ്ക്ക് മാനസിക ഉല്ലാസം ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകമാണ്. അത് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് മനോഹരമായി ഈ പാർക്ക് ഇവിടെ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഗണിത മേഖലയിലെ അക്ഷരങ്ങളോടും മദർ അലക്സിയ ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയത്തിൽ നടന്ന ലളിതമായ ചടങ്ങിൽ പ്രൊവിഷ്യൽ സുപ്പീരിയർ C ട്രീസ അബ്രഹാം, കൗൺസിലർ C ലീമ, പ്രധാനാധ്യാപിക C മെറീറ്റ, ട്രഷറർ C ജ്യോതി, സിസ്റ്റർ സൗദി, സ്കൂൾ PTA പ്രസിഡന്റ് സുധാകരൻ എന്നിവർ സംബന്ധിച്ചു. ചിത്രകാരൻ അനൂപ് പൊതാവൂരിനുള്ള ഉപഹാരം പ്രൊവിഷ്യൽ സുപ്പീരിയർ CT അബ്രഹാം സമ്മാനിച്ചു. പഠിക്കുന്നതുകൊണ്ട് മാത്രമാവുകയില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം ഇതിൻ്റെ മാനേജ്മെൻറ്റിനുണ്ട്. അതുകൊണ്ടാണ് മനോഹരമായ നല്ല പൈസ മുടക്കി മനോഹരമായ ഈ പാർക്ക് നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത്. കുട്ടികളുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ വളർച്ചയ്ക്ക് മാനസിക ഉല്ലാസം ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകമാണ്. അത് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് മനോഹരമായി ഈ പാർക്ക് ഇവിടെ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഗണിത മേഖലയിലെ അക്ഷരങ്ങളോടും മദർ അലക്സിയ ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയത്തിൽ നടന്ന ലളിതമായ ചടങ്ങിൽ പ്രൊവിഷ്യൽ സുപ്പീരിയർ C ട്രീസ അബ്രഹാം, കൗൺസിലർ C ലീമ, പ്രധാനാധ്യാപിക C മെറീറ്റ, ട്രഷറർ C ജ്യോതി, സിസ്റ്റർ സൗദി, സ്കൂൾ PTA പ്രസിഡന്റ് സുധാകരൻ എന്നിവർ സംബന്ധിച്ചു. ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കള്ളപ്രചരണം നടത്തുകയാണെന്ന് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PK ചന്ദ്രശേഖരൻ പറഞ്ഞു. കുടിവെള്ള പദ്ധതിയുടെ പേരിലുള്ള ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
വീമ്പുങ്കൽ തട്ടിലെ കുടിവെള്ള പദ്ധതിയുടെ പേരിൽ ചിലർ നടത്തുന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് DCC ജനറൽ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ കാഞ്ഞങ്ങാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 12 കുടുംബങ്ങൾക്ക് കുടിവെള്ളം നൽകുന്നതിനായാണ് ഈ പദ്ധതി തുടങ്ങിയത്. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ പദ്ധതി എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് നടപ്പിലാക്കിയത്. ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചിലർ കള്ളപ്രചരണം നടത്തുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മോശമായ നിലയിൽ സമൂഹത്തിന്റെ മുമ്പിൽ അവരെ തരംതാഴ്ത്തുന്നതിനും അപവാദം പ്രചരിപ്പിക്കുന്നതിനും ഉള്ള ശ്രമങ്ങൾ ആ പഞ്ചായത്തിന്റെ വിവിധ മേഖലയിൽ നടന്നു വരുന്നു. അത് അടിസ്ഥാനരഹിതമാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് സുപ്രിയാജിത്തിനെതിരെ നാട് മുഴുവനും ഒരു പോസ്റ്റർ ഒട്ടിച്ചതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പോലും വസ്തുതകൾക്ക് നിരത്തുന്ന യാഥാർത്ഥ്യങ്ങളല്ല. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുപ്രിയ അജിത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KJ അബ്രഹാം, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VC ദേവസ്യ, പ്രസന്നകുമാർ, രാധാകൃഷ്ണൻ, മോഹനൻ തുടങ്ങിയവർ സംബന്ധിച്ചു. GSTU റവന്യൂ ജില്ലാ സമ്മേളനം ശനിയാഴ്ച പെരിയയിൽ തുടങ്ങും. വിളംബര ജാഥ നടന്നു. ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ GSTU ജില്ലാ സമ്മേളനം ശനിയാഴ്ച പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. രാവിലെ 10 മണിക്ക് നടക്കുന്ന വിദ്യാഭ്യാസ സെമിനാർ KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പെരിയ ടൗണിൽ വിളംബര ജാഥ നടന്നു. വിളംബര ജാഥയ്ക്ക് ഗോപി കാരക്കോട്, കുഞ്ഞിക്കണ്ണൻ കരിശ്ശേരി, C രാജൻ പെരിയ, TM സദാനന്ദൻ, PK വേണു, K രാജീവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചന്ദ്രഗിരി റോഡ് പ്രവൃത്തി മന്ദഗതിയിൽ, പ്രതിഷേധവുമായി നാട്ടുകാർ. ചെമ്മനാടിന്റെ ഹൃദയ ഭൂമികയിലൂടെ കടന്നുപോകുന്ന കാസർഗോഡ് കാഞ്ഞങ്ങാട് അപ്രോച്ച് റോഡിൽ KSDP ആരംഭിച്ച നവീകരണ പ്രവൃത്തി 2 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ 1.5 വർഷം കഴിഞ്ഞിട്ടും പകുതി പോലും തീരാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. വാഹന ഗതാഗതം ദുസ്സഹമായതോടെ കാൽനട യാത്രക്കാർക്കും പരിസരവാസികളായ വീട്ടുകാർക്കും വ്യാപാരികൾക്കും സ്കൂൾ കുട്ടികൾക്കും ദുരിതമായി മാറിയിരിക്കുകയാണ്. പൊടിപടലങ്ങൾ അസഹനീയമാം വിധം ഉയരുന്നതുമൂലം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് വഴിവെക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രക്ഷോഭവുമായി ചെമ്മനാട് ക്ലബ്ബ് പ്രവർത്തകർ രംഗത്തെത്തിയത്. പരിപാടി ക്ലബ്ബ് പ്രസിഡന്റ് P ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. വാഗ്ദാനം ചെയ്ത 4 വരി പാതയില്ല, ഫുട്പാത്ത് ഇല്ല. 4000 കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് കടന്നു പോകാൻ വേണ്ടിയുള്ള സുരക്ഷാ പാത ഒരുക്കിയിട്ടില്ല. പിന്നെ എന്ത് KSDP എന്ത് വികസനമാണ് ഇവിടെ കൊണ്ടുവരുന്നത്? ഇത് വികസനമല്ല, ഇത് പുറകോട്ട് പോക്കാണ്. ഇത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. ഇത് നമുക്ക് അനുവദിക്കാൻ തീരെ പറ്റില്ല. മാത്രമല്ല, ഇനിയൊരു കഷണം കല്ല് ഇവിടെ ഇടയാണെങ്കിൽ നമ്മുടെ അനുവാദത്തോടു കൂടി അല്ലാതെ ഇത് മുമ്പോട്ട് പോകാൻ നമ്മൾ സമ്മതിക്കില്ല എന്നുള്ള കാര്യം ഇവിടെ ഞാൻ അസംതൃപ്തമായി പ്രഖ്യാപിക്കുകയാണ്. ചടങ്ങിൽ K മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. നാസർ കുരിക്കൽ, KT നിയാസ്, മൻസൂർ കുരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. പാമോലിൻ കേസിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ. കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് 40ാം വാർഷിക സമ്മേളനത്തിന് തുടക്കമായി. പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയുള്ള ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്ന് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PK ചന്ദ്രശേഖരൻ. വികസന ചക്രം ഉരുണ്ട് ചാലിങ്കാലിൽ ഉത്സവാന്തരീക്ഷത്തിൽ റോഡ് ഉദ്ഘാടനം നടന്നു.
GSTU ജില്ലാ സമ്മേളനത്തിന് പെരിയ ഒരുങ്ങി വിളംബര ജാഥ നടന്നു. കാസർഗോഡ് സെന്റ് ജോസഫ് ദേവാലയത്തിലെ തിരുനാൾ ഉത്സവത്തിന് തുടക്കമായി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.